പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകളുടെ ശവസംസ്കാരം നടക്കുന്നതിന് മുമ്പ് അണികൾ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ഇല്ല ഇല്ല മരിച്ചിട്ടില്ല, രക്തസാക്ഷി മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. സത്യത്തിൽ എത്ര അർത്ഥവത്തായ ഒരു മുദ്രാവാക്യമാണ് ഇത്. ധനരാജ് എന്ന ചെറുപ്പക്കാരൻ 2016 ജൂലൈ മാസത്തിൽ പയ്യന്നൂരിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ട ധനരാജിന് വേണ്ടി പാർട്ടി ഒരു രക്തസാക്ഷി ഫണ്ട് പിരിക്കുകയുണ്ടായി. ഈ ഫണ്ട് പിരിവോടുകൂടി ധനരാജ് ഒരിക്കലും മരിക്കാത്ത രക്തസാക്ഷിയായി മാറി. ഇന്ന് ധനരാജ് നമ്മൾ അറിയപ്പെടുന്ന അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് റിട്ടയർഡ് സഖാവ് വി കുഞ്ഞികൃഷ്ണനിലൂടെ, നിലവിലുള്ള സഖാവ് TI മധുസൂദനിലൂടെയും KK രാഗേഷ്, MB ജയരാജൻ എന്ന ഈ സഖാക്കളിലൂടെയും ഇന്നും ധനരാജ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുദ്രാവാക്യം 100% അർത്ഥവത്താണ് എന്ന് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല. ഇതൊന്നും കണ്ടുകൊണ്ടല്ലെങ്കിലും കുഞ്ചൻ നമ്പ്യാർ പണ്ടെഴുതി, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അപ്പം 2 തരത്തിലുള്ള കലഹമേ ഉള്ളൂ എന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. ഒന്ന് സ്ത്രീയെ അധികരിച്ചുള്ള കലഹം, അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള കലഹം. അപ്പോൾ യുദ്ധം നടക്കുന്നത് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിന് വേണ്ടി, അതാണ്. സ്ത്രീയെ അധികരിച്ചും കലഹങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ 2 കാര്യത്തിലേ കലഹം നടക്കുന്നുള്ളൂ എന്ന് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത് കണ്ണൂരെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമാണെന്ന് പറയാൻ പറ്റും. കണ്ണൂരിലെ അവിടെ ADM ആയിരുന്ന K നവീൻ ബാബു കുറച്ച് നാൾ മുമ്പ് ആത്മഹത്യ ചെയ്തു. നവീൻ ബാബു ആത്മഹത്യ ചെയ്യാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് സ്ത്രീയാണ്, കാമിനിയാണ്. കാമിനി എന്ന സ്ത്രീ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ ഇപ്പോൾ സഖാവ് വി കുഞ്ഞികൃഷ്ണനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റിന് വിധേയമാക്കിയിരിക്കുന്നു. അതിന് കാരണമായിരിക്കുന്നത് കനകമാണ്, സമ്പത്താണ്, സ്വത്താണ്. അപ്പോൾ ഇവിടെ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നതും KK രാഗേഷ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുത്തതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സാധാരണ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ഇത്ര വലിയൊരു പ്രശ്നം എന്താ ഇതിനകത്തുള്ളത്? വളരെ സിമ്പിളായ പ്രശ്നമല്ലേ ഇതിനകത്തുള്ളത്? ധനരാജ് രക്തസാക്ഷി ഫണ്ടിൻ്റെ കണക്ക് വേണം എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ഇപ്പോൾ രാകേഷ് സഖാവ് ഒരു റിവോൾവിംഗ് ചെയറിലിരുന്ന് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിവോൾവ് ചെയ്തുകൊണ്ടിരുന്ന് പത്രസമ്മേളനം നടന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ റിവോൾവ്ഡാണ് എന്ന് പത്രസമ്മേളനത്തിലെ ചോദ്യങ്ങൾക്ക് മറുപടി കാണുമ്പോൾ നമുക്കറിയാം. ഇത് വളരെ സിമ്പിളല്ലേ രാകേഷ് സഖാവേ? നമ്മൾ ഈ കണക്ക് ഇങ്ങോട്ട് എടുക്കണം, പേപ്പർ മുന്നോട്ട് വെക്കണം. വരവുക ഇത്ര, ചിലവുക ഇത്ര, മിച്ചം ഇത്ര. ഇത് 5 മിനിറ്റ് സമയം വരെ പറയാനായിട്ട്, അല്ലെങ്കിൽ കൂടി ഒന്ന് 10 മിനിറ്റ്, 1,04,00,000 രൂപയാണ്ടാണ് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റ് സമയം എടുത്തേക്കാം. ഇത്രയും പറഞ്ഞാൽ പോരെ? അതിനെന്തിനാണ് ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്? ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത് ഈ കണക്ക് പൊതുജന സമക്ഷത്തിന് മുന്നിൽ വെക്കണമെന്ന്. ആരായി പൊതുജനം? അതവിടെ നിൽക്കട്ടെ. പൊതുജനത്തിന് എന്താ ഇതിനകത്ത് കാര്യം? ഇതാണ് രാകേഷ് സഖാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ രാകേഷ് സഖാവ് പറഞ്ഞു, ഞങ്ങൾ കണക്കൊക്കെ വെക്കാം, യാതൊരു പ്രശ്നവുമില്ല, കണക്ക് വെക്കുന്നതിന് എന്താ പ്രശ്നം? പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. ഈ കണക്ക് ഞങ്ങൾ വെക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി സഹാക്കളുടെ മുമ്പിൽ വെച്ച് അണ്ടർഗ്രൗണ്ട് ഞങ്ങളൊരു മീറ്റിംഗ് കൂടും. ആ അണ്ടർഗ്രൗണ്ട് മീറ്റിങ്ങിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹാക്കളുടെ മുന്നിൽ മാത്രമേ ഞങ്ങൾ ഈ കണക്ക് വയ്ക്കുകയുള്ളൂ. ഇതാണ് രാകേഷ് സഖാവിൻ്റെ നിലപാട്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ നാട്ടുകാർ ഇതുമായിട്ട് അകലെ നിൽക്കുന്ന, ഫണ്ട് പിരിവ് കൊടുത്തതും കൊടുക്കാത്തതും ഒക്കെയുള്ള നാട്ടുകാരുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ഒരു സംശയം ചോദിക്കും, ഈ ഫണ്ട് അണ്ടർഗ്രൗണ്ടിൽ വെച്ച് അവതരിപ്പിച്ചു, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഈ ഫണ്ട് ആരുടെ നിന്നാണ് വാങ്ങിച്ചത്? പാർട്ടിക്കാരിൽ നിന്നാണ്. അത് പാർട്ടിക്കാരിൽ നിന്നല്ല. പിന്നെ ആരുടെ നിന്നാണ് ഈ 1,04,00,000 രൂപ വാങ്ങിച്ചിരിക്കുന്നത്? അത് ജനത്തിൻ്റെ നിന്ന്. രാകേഷ് സഖാവ് ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചതിൻ്റെ കണക്ക് ജനത്തിനോട് പറയത്തില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? അതിനെന്ത് അടിസ്ഥാനമാണുള്ളത്? അത് ശരിയാണോ? പക്ഷെ അതിനകത്ത് ഒരു ശരിയുണ്ട് എന്ന് പറയാം. കാരണം ഈ ജനത്തിൻ്റെ മുന്നിൽ കണക്ക് വെക്കുന്നതിന് ചില സാങ്കേതിക തടസ്സമുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത്, ഈ ജനമെന്ന് പറയുന്നതിൽ ഭൂരിപക്ഷവും, മഹാഭൂരിപക്ഷവും ബൂർഷായും പെറ്റി ബൂർഷായുമാണ്. ഈ പെറ്റി ബൂർഷാകളും വർഗീയ ശക്തികളും പ്രതിരോധ ശക്തികളും തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമാണ്. ഇങ്ങനെ അന്തർധാര വളരെ ശക്തമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഈ അന്തർധാര നമ്മൾ കണ്ടതാണ്. അപ്പം ഇങ്ങനെ അന്തർധാര ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കണക്ക് ഈ പെറ്റി ബൂർഷാകളുടെയും ബൂർഷാകളുടെയും മുന്നിൽ അവതരിപ്പിച്ചാൽ അത് ശരിയാവില്ല എന്ന് പറയുന്നതിന് തെറ്റൊന്നും പറയാനില്ല. പിന്നെ ഇതിനാ ഈ പെറ്റി ബൂർഷായുടെയും ബൂർഷായുടെയും പണം വാങ്ങിച്ചത് എന്ന് ചോദിച്ചാൽ പണത്തിന് ആ പ്രശ്നമില്ല. പണം നമ്മൾ ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കും?
ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കും? പണം ആരുടെ തരുന്നോ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കും. അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്, നമ്മുടെ ഒരു ശൈലിയാണ്. അപ്പോൾ ഇനി ഈ കണക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കണക്ക് കണ്ണുമടച്ച് ഈ പബ്ലിക് എന്ന് പറയുന്ന പൊതുജനം എന്ന് പറയുന്നവരുടെ മുന്നിലോട്ട് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം നമുക്ക് നടത്താൻ പറ്റില്ല. അതിൽ നിസ്സാരമായ കാര്യമാണോ? ഈ ബൂർഷ്വാകളും വർഗീയ പ്രതിലോമ ശക്തികളും തക്കം പാത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കണക്കൂടെ വെച്ച് ഇതിനെ പ്രശ്നമാക്കിയാൽ ജനകീയ ജനാധിപത്യ വിപ്ലവം ഇവിടെ നടത്തുന്നത് കാലതാമസം വരും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കണക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പക്ഷെ എത്ര പറഞ്ഞിട്ടും ഈ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ അതങ്ങോട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെ വി കുഞ്ഞികൃഷ്ണന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് കൊടുത്തു എന്ന് പറയാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതാണ് അദ്ദേഹത്തിന് കൊടുത്ത ക്യാപിറ്റൽ പണിഷ്മെൻ്റ്. അങ്ങനെ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ റിട്ടയർഡ് സഖാവായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഒരു ചതി ചെയ്തു. അദ്ദേഹം പുസ്തകം എഴുതി. ആ പുസ്തകത്തിനകത്ത് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടത്, അതിനകത്ത് ചില കണക്കുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലേക്ക് ലഭിച്ചത് 1.04 കോടി രൂപയാണ്. അതിൽ ധനരാജിന് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്തു. വീട് നിർമ്മിച്ചതിന് ചിലവായത് 29.25 ലക്ഷം രൂപയാണ്. ഈ വീട് നിർമ്മാണത്തിൻ്റെ പ്രത്യേകത ഉണ്ടായിരുന്നു. കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത് ധാരാളം പാർട്ടി സഖാക്കൾ ശ്രമദാനമായി തന്നെ ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തു എന്നാണ്. അപ്പോൾ ധനരാജ് എന്ന് പറഞ്ഞാൽ മരിച്ച ആളിനോടുള്ള സഹതാപം കൊണ്ട്, അല്ലെങ്കിൽ ഐക്യദാർഢ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, പാർട്ടിക്കാരൻ എന്നുള്ള നിലയിലുള്ള ഒരു കടപ്പാട് കൊണ്ട് ഒക്കെ ആയിരിക്കാം ഈ ശ്രമദാനം നടക്കുന്നത്. അല്ലെങ്കിൽ ചുമ്മാ ശ്രമദാനം നടക്കത്തില്ലല്ലോ. വീട് പണിയുമ്പം ഒരുപാട് വീടുകൾ രാജ്യത്ത് പണിയുന്നില്ല. അതൊന്നും ശ്രമദാനത്തിലൂടെ അല്ലല്ലോ പണിയുന്നത്. അപ്പോൾ ധനരാജിൻ്റെ വീട് നിർമ്മാണത്തിന് ശ്രമദാനം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ശ്രമദാനത്തിൻ്റെ കണക്ക് അതിനകത്ത് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ശരി, 29.25 ലക്ഷം രൂപ ഈ വീട് നിർമ്മാണത്തിന് ചിലവായി. പിന്നെ വന്നത്, അതിനകത്തൊന്നും കുഞ്ഞികൃഷ്ണ സഖാവിന് അഭിപ്രായ വ്യത്യാസം പറയുന്നില്ലല്ലോ. അഭിഭാഷകന് 8.50 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. 8.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. ആകെ ചെലവഴിച്ച തുക 57.56 ലക്ഷം രൂപയാണ്. അപ്പം 1.04 ലക്ഷം രൂപ പിരിച്ചതിൽ 57.56 ലക്ഷം രൂപ കഴിച്ച് ബാക്കി തുക എങ്ങോട്ട് പോയി? അപ്പോൾ അതിന് പറയുന്ന കേട്ട പത്രത്തിൽ വായിച്ച ഒരു കാര്യം, ഇത് ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. അതിനകത്തൊരു അധാർമികതയില്ലേ സഖാവേ? രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് ഉപയോഗിച്ച് ശരിയാണ്. അതിന് വേറെ ഫണ്ടല്ലേ പിരിക്കേണ്ടത്? അപ്പോൾ രക്തസാക്ഷിക്ക് വേണ്ടിയാണ് ജനം കൊടുത്ത ഫണ്ടാണിത്, ഈ 1.04 ലക്ഷം രൂപ എന്ന് പറയുന്നത്. അത് അതിനായിട്ട് ഉപയോഗിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്? അത് ചെയ്യാതെ ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ തീരുമാനിച്ചതന്നെ അധാർമികമായ ഒരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത് ഈ കണക്കുകൾ മുഴുവൻ തെറ്റാണെന്നാണ്, കംപ്ലീറ്റ് കള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ രസീത് ബുക്ക് വേണമെന്ന് പറഞ്ഞു. രസീത് ബുക്ക് കാണുന്നില്ല എന്നുള്ളതാണ് മധുസൂദന സഖാവിൻ്റെ ഒരു നിലപാട്. നിർബന്ധമായി കുഞ്ഞികൃഷ്ണ സഖാവ് രസീത് ബുക്ക് കണ്ടേ മതിയാകൂ എന്ന് അദ്ദേഹവും കൂടെയുള്ള സഹപ്രവർത്തകരും പറഞ്ഞപ്പോൾ അവരോടുള്ള സ്നേഹവാത്സല്യം കൊണ്ട് ടി.ഐ. മധുസൂദന സഖാവ് ഒരു പുതിയ രസീത് ബുക്ക് അടിച്ചടിച്ച് അവരുടെ കൊടുത്തു. അതിലെന്താ തെറ്റാണ്? കള്ളനോട്ട് പോലും പ്രചരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരു രസീത് ബുക്ക് അടിച്ചു കൊടുത്തു. അതിനകത്ത് രസീത് ബുക്ക് പുതിയ അടിച്ചടിച്ച് കൊടുത്തതിന് വരുന്ന തെറ്റെന്താണ്? അങ്ങനെ വരുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും? അങ്ങനെ പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്ക് എടുക്കാനൊക്കെ ഇല്ലെന്നാണ് കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത്. എന്തായാലും ശരി, ആളുകളുടെ നിന്ന് പണം വാങ്ങിച്ച് കൊടുത്ത രസീത് ബുക്ക് കാണുന്നില്ല. അപ്പോൾ കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത് ഏറ്റവും സുഗമമായ മാർഗം ഫണ്ട് വെട്ടിക്കാൻ ആദ്യം ഫണ്ട് പിരിക്കുക, പിന്നീട് രസീത് ബുക്ക് കാണുന്നില്ല എന്ന് പറയുക. അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന കണക്കേ ഉള്ളൂ കണക്ക്. വരവുക എത്ര എന്നറിയത്തില്ല, ചെലവുക നമുക്ക് ഏതാണ്ടൊക്കെ പറയാം എന്നുള്ളതിനപ്പുറത്ത് വേറെ ഒരു കാര്യവുമില്ല. അപ്പോൾ വരവുക അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളുള്ളൂ. ചെലവുക എത്ര വേണമെങ്കിലും നമുക്ക് പറയാമല്ലോ. ഇത്തരം ഒരു വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യത്തിനകത്ത് മധുസൂദന സഖാവ് പ്രയോഗിച്ചത് എന്നാണ് കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത്. കുഞ്ഞികൃഷ്ണ സഖാവ് ഇത് പറയുമ്പോൾ കണ്ണൂരാണ്. കണ്ണൂർ പാർട്ടി ഗ്രാമമുള്ള സ്ഥലത്താണ്. അവിടെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് 51 വെട്ടുവെട്ടിയാണ്. അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ നമ്മുടെ കുഞ്ഞികൃഷ്ണ സഖാവ് പറയുന്നത് 51 വെട്ട് വെട്ടട്ടെ, വെട്ടിയാൽ സാരമില്ല, ഞാൻ പറയും, പഴയ പോലെ ഒന്നും വെട്ടാനൊന്നും വന്നാൽ പരിപാടികൾ നടക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ശരി, പാർട്ടിയുടെ പഴയ അച്ചടക്കം, പാർട്ടിയുടെ പഴയ കെട്ടുറപ്പ്, അതൊക്കെ എന്തായാലും കണ്ണൂരിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്.
കുഞ്ഞികൃഷ്ണ സഖാവിനെ പുറത്താക്കി. കുഞ്ഞികൃഷ്ണ സഖാവിനെ പുറത്താക്കിയത് ബ്രാഞ്ച് കമ്മിറ്റികൾ അംഗീകരിക്കുന്നില്ല. അതാണ് പ്രശ്നം. ബ്രാഞ്ച് കമ്മിറ്റികൾ പോലും കടുത്ത അച്ചടക്ക നടപടികൾ അവഗണിച്ചിട്ട് സഖാക്കൾ പ്രതികരിക്കാൻ തുടങ്ങുകയാണ്. പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നൊരു സഖാവിനെ പുറത്താക്കിയാൽ അയാളെ സമൂഹം ബഹിഷ്കരിക്കുമായിരുന്നു. കാരണം കുഴപ്പക്കാരെ പാർട്ടി പുറത്താക്കാറുള്ളൂ എന്നായിരുന്നു അന്നത്തെ സമൂഹത്തിൻ്റെ വിശ്വാസം. അതൊന്നും അത്ര ശരിയൊന്നും അല്ലെങ്കിൽ പോലും സമൂഹത്തിൻ്റെ വിശ്വാസം അതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നവരൊക്കെ വേറെ പാർട്ടി പോയി നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ ഈ പുറത്താക്കപ്പെടുന്ന സഖാവ് താങ്ക് യു സഖാവേ എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ച് വെളിയിൽ ഇറങ്ങി പടക്കം പൊട്ടിച്ച് വേറെ പാർട്ടി ചേരുന്ന ചിത്രമല്ലേ നമ്മൾ കാണുന്നത്. അതാണിപ്പോൾ കണ്ണൂരിലും നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇവിടെ അച്ചടക്ക നടപടിയൊക്കെ ആയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകണം, CPM മുന്നോട്ട് പോവുകയാണ്. ഇവിടെ യുദ്ധം രണ്ടുപേരും തമ്മിൽ നേർക്ക് നേരെ ആയിക്കഴിഞ്ഞു. ഒരിടത്ത് വി കുഞ്ഞികൃഷ്ണൻ, മറ്റൊരിടത്ത് TI മധുസൂദനൻ. ഇവർ തമ്മിൽ കടുത്ത യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇവരുടെ ശക്തി ദൗർബല്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ വി കുഞ്ഞികൃഷ്ണനെ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കുഞ്ഞികൃഷ്ണൻ്റെ കയ്യിൽ പണമില്ല, പക്ഷെ പാർട്ടി കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ ഉണ്ട്. പാർട്ടി എന്ന് പറയുന്നത് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സഖാക്കളാണെങ്കിൽ ആ സഖാക്കളൊക്കെ ഒരു വലിയൊരു ഭാഗം കുഞ്ഞികൃഷ്ണൻ്റെ കൂടെ ഉണ്ട്. ഈ TI മധുസൂദനെ പറ്റിയൊരു ഗുണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പണമുണ്ട്, പക്ഷേ അണിയില്ല. അപ്പോൾ ഒരാളുടെ കയ്യിൽ പണമില്ല, അണിയുണ്ട്, വേറെ ആളുടെ കയ്യിൽ പണമുണ്ട്, അണിയില്ല. ഈ ഒരു സ്ഥിതിയാണ് കാൾ മാർക്സ് പണ്ട് തന്നെ വിഭാവന ചെയ്തിരുന്നത്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയുന്നത് ഇതാണ്. ഒരുത്തൻ്റെ പണമുണ്ട്, അവൻ്റെ കൂടെ അണിയില്ല, അണിയുള്ളവൻ്റെ കൂടെ പണവുമില്ല. ഇതിനാണ് എത്ര കാലഘട്ടത്തിന് മുമ്പ് കാൾ മാർക്സ് ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, കൂടുതലൊന്നും പറയുന്നില്ല. ഫെബ്രുവരി 4-ാം തീയതി കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തകം പുറത്തിറങ്ങുകയാണ്. നേതൃത്വത്തെ അണികൾ തിരുത്തണം. എന്തൊരു കടുത്തൊരു ടൈറ്റിലാണെന്ന് വായിക്കുന്നത്. നേതൃത്വത്തെ അണികൾ തിരുത്തണം. നേതൃത്വം എന്ന് പറഞ്ഞാൽ ആരാണ്? എല്ലാം അരച്ച് കലക്കി പൊടിച്ച്, മാർക്സിസം ലെനിനിസം ഒക്കെ അരച്ച് കലക്കി കുടിച്ച് കൃത്യമായിട്ട് പാർട്ടിയെ ഏത് ദിശയിൽ നയിക്കണമെന്നൊക്കെ അറിയുന്ന ഗോവിന്ദൻ മാസ്റ്ററെ പോലുള്ള താത്വികാചാരനാണ് ഈ പാർട്ടിയെ നയിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം മൂർത്തമായ സാഹചര്യത്തിൽ അമൂർത്തമായ ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. ഇവിടെയും കുഞ്ഞികൃഷ്ണൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അമൂർത്തമായ സാഹചര്യം, പാർട്ടിക്ക് കണക്കില്ല, ഫണ്ടില്ല, രസീത് ബുക്കില്ല, ഇതൊരു അമൂർത്തമായ സാഹചര്യമാണ്. അപ്പോൾ മൂർത്തമായൊരു ചോദ്യം ചോദിച്ചു, പിരിച്ച പണം എവിടെ? അത് മൂർത്തമാണ് ചോദ്യം. പക്ഷേ സാഹചര്യം അമൂർത്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രസീത് ബുക്കില്ല, ചോദിച്ചതിന് പണത്തിൻ്റെ കണക്ക് കൊടുക്കാനൊക്കത്തില്ല. ഇതൊക്കെ ദീർഘദർശനത്തോടെ കണ്ട കാൾ മാർക്സിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയൊരു ദാർശനികനാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന്. ഏത് അണികളാണ് തിരുത്തുന്നത്? കുഞ്ഞികൃഷ്ണൻ, നമ്മുടെ ഗോവിന്ദൻ മാസ്റ്ററെ തിരുത്താൻ കഴിയുന്ന ഏത് അണിയാണ് ഈ പാർട്ടിക്കകത്തുള്ളത്? അതുകൊണ്ട് ഈ പുസ്തകം എഴുതി ഈ ടൈറ്റിൽ കൊടുത്തത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് കാണിച്ചതെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. എന്തായാലും ശരി, ഈ പുസ്തകം ഫെബ്രുവരി 4-ാം തീയതി പ്രകാശനം ചെയ്യും എന്നാണ് അറിയുന്നത്. അത് പ്രകാശനം ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ഈ പുസ്തക പ്രകാശനത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം തേടിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ്. ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നതിന് പോലീസ് സംരക്ഷണം തേടിയിരിക്കുന്നു. അപ്പോൾ പോലീസ് സംരക്ഷണത്തോടുകൂടി ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് പിണറായി സഖാവ് നമ്മുടെ രാജ്യത്ത് മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പോലീസ് സംരക്ഷണം വേണമെന്നാണ് എന്തായാലും കുഞ്ഞികൃഷ്ണൻ സഖാവ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിനെ തടയാൻ ആരെങ്കിലും വരും എന്നുള്ളത് കൊണ്ടല്ലേ കുഞ്ഞികൃഷ്ണൻ സഖാവ് പോലീസ് സംരക്ഷണം വേണമെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ സംശയം അതാണ്, ചോരച്ചാലുകൾ നീന്തിക്കടന്ന നമ്മുടെ സഖാക്കൾ എന്തിനാണ് ഒരു പുസ്തകത്തെ ഭയക്കുന്നത്? എൻ്റെ സഖാക്കളെ, നിങ്ങളൊരു പുസ്തകത്തെ ഭയക്കുന്ന നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ജനകീയ ജനാധിപത്യ വിപ്ലവം നടത്താൻ പറ്റുമോ? നിങ്ങൾക്കൊരു പുസ്തകത്തെ പേടിയാണ്. പിന്നെങ്ങനെയാണ് സഖാക്കളെ വിപ്ലവം നടത്താൻ കഴിയുന്നത്? എന്തായാലും ശരി, സഖാക്കൾ ആ പുസ്തകം എങ്ങനെയും പ്രകാശിപ്പിക്കട്ടെ, എന്നൊന്നും കുഴപ്പമില്ല. പുസ്തകം വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ കഷ്ടമാണ്. കാരണം മധുസൂദന സഖാവിനെ പോലുള്ള ആളുകൾ ഒരുപാട് പേര് ബംഗാളിലുണ്ടായിരുന്ന മധുസൂദന സഖാവിനെ പോലുള്ള ആളുകൾ നമ്മുടെ പെരുമ്പാവൂരിൽ വന്നിട്ടുണ്ട്. അവർ പൊറോട്ട അടിക്കുന്നുണ്ട്, ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്, ബേബി സഖാവ് ചെയ്തതുപോലെ പാത്രം കഴുകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം സഖാക്കളൊക്കെ അവിടെ നിന്നോട്ടെ. അതിന് കുഞ്ഞികൃഷ്ണ സഖാവും വിഷമിക്കേണ്ട കാര്യമില്ല, മധുസൂദന സഖാവും വിഷമിക്കേണ്ട കാര്യമില്ല. കാലം അനന്തമായി അനസ്യൂതമായി ഒഴുകുകയാണ്. ഈ ഒഴുക്കിലെ സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്, യോഗ്യമായതേ നിലനിൽക്കൂ. അത് കുഞ്ഞികൃഷ്ണ സഖാവായാലും
അദ്ദേഹത്തിൻ്റെ പുസ്തകമായാലും ടി.ഐ. മധുസൂദന സഖാവായാലും അദ്ദേഹത്തിൻ്റെ രസീത് ബുക്കായാലും ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിന് യോഗ്യമായതിനെ കഴിയൂ എന്ന യാഥാർത്ഥ്യം സഖാക്കൾ തിരിച്ചറിയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.